എടാ ജയദേവ, നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും നിന്നെ ഞങ്ങൾ വിടില്ല. ആ വേണ്ട. മാടി മാടി വിളിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ സ്ഥലമെത്തി. മോഹങ്ങളുടെ സാക്ഷാത്കാരത്തിനും അഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിനുമായി നിങ്ങളെ മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇതാ ഭാഗ്യദേവത വെബ്ബർ സമ്മാനങ്ങളുമായി നിങ്ങളുടെ പടിവാതിലിൽ മുട്ടി വിളിക്കുന്നു. ഇതാ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങളെ ലക്ഷപ്രഭുവാക്കി മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഒരു ലക്ഷപ്രഭു. എന്താ സാറേ? ഒന്നുമില്ല, ഒന്ന് കൊളപ്പള്ളി റോഡ് വരെ പോണം. കൊലപ്പള്ളിയോ? കൊലപ്പള്ളി അല്ല, കൊളപ്പള്ളി. ആ, അവിടെ എവിടെയാ? ബ്രഹ്മചാരി നിവാസ്. എന്ത്? ബ്രഹ്മചാരി നിവാസ്. വേണ്ട, വെറുതെ ബെല്ലടിച്ച് വിരലിന്റെ ഇൻസ്റ്റേഷൻ കളയണ്ട. നിന്നെ ഇനി ഇവിടെ താമസിപ്പിക്കണോ വേണ്ടതെന്ന് ഹരിപ്രസാദ് കൂടി വന്നിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ നേരത്തെ കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്തിക്കോളും. ഒരു പ്രേമദാസൻ, ബാക്കിയുള്ളവന്റെ കൂടി മാനം കളയാൻ നടക്കുന്ന അലവലാതി. എന്റെ അമ്മോ, ഈശ്വര, ഇവൻ ആര്? ആരാ? പ്രേമദാസ് അല്ലേ? അല്ല, ഞാൻ ബാഹുലയൻ. ഓ, ബാഹുലേനാ? എന്താ പേര് മാറ്റണോ? ഇവിടുത്തെ ബ്രഹ്മചാരിമാരിൽ 3. അതെ. വൈദ്യരുടെ ഡ്രൈവറാണല്ലേ? ആണെങ്കിൽ ഞാൻ ഹരിപ്രസാദിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. ഞാൻ പറഞ്ഞതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ട് ഇവൻ അടവ് പ്രയോഗിക്കുകയാണല്ലേ. എന്താ അവിടെ? എന്തെങ്കിലും ആവട്ടെ. അല്ല, ഹരിയുടെ ഫ്രണ്ട് ആണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ പതുങ്ങി നിന്നത്? ഞാൻ പതുങ്ങിയതൊന്നുമല്ല, എനിക്ക് ഈ നടുവിന് ചെറിയൊരു വേദന. അപ്പൊ ഈ ചുമര് കണ്ടു കഴിഞ്ഞാൽ ചാരി നിന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് എടുത്താ നടുവിന് ഫെന മാറും. അല്ല, എക്സസൈസ് എടുക്കാൻ എന്തിനാ കത്തി? അത് പിന്നെ എനിക്ക് എപ്പിലെപ്സി ഉണ്ടേ. എന്നിട്ടത് എന്തിയേ? എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ഈ അപസ്മാരം. ഒരു മുൻകരുതലായിട്ട് കത്തി കരുതിയെന്നുള്ളൂ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് കയറിയുള്ള കളിയൊന്നും വേണ്ട, അകത്ത് കയറാൻ വരട്ടെ. ഹരിപ്രസാദ് ഉടനെ വരും. ഹരിപ്രസാദ് വന്നിട്ട് അകത്ത് കയറിയാ മതി മോനെ. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഹലോ, ഇവിടെ എടോ, ഞാൻ ഊണ് കഴിച്ച് ചെന്നിട്ടാണ് ഹരിപ്രസാദിന് വന്ന് ഊണ് കഴിക്കാൻ. ഞങ്ങൾ സ്വയം പാചകമാ. സ്വയം പാരേ? സ്വയം പാരയല്ല, സ്വയം പാചകം. നിങ്ങൾ ടൗണിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ടൊക്കെ വാ. ടൗണിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേരാ. ഊണ് കഴിച്ച് ഞാൻ കുറച്ചു നേരം ഇദ്ദേഹത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. വൈദ്യശാലയിലെ പണിയായതുകൊണ്ട് മരുന്നിനെ കുറിച്ച് നല്ല പിടിയാണല്ലേ? നല്ല പിടിയാ. ഒരു പിടി എപ്പോഴും കയ്യിലിരിക്കണത് നല്ലതാണല്ലോ. അത് നേരാ. പിന്നെ ഞാനല്ല അടിച്ചത്, നാഗതന്തി വേരാ. ഇവിടെ പതി. സോറി കേട്ടോ ഇന്റിമേറ്റ് ഫ്രണ്ടേ, ഇത് സിറ്റിയാണേ. അച്ഛേ, ഐഡന്റിറ്റി കാർഡില്ലാതെ സ്വന്തം അച്ഛനമ്മനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. അങ്ങോട്ട് നീങ്ങിക്കടാ. നീ വിളിക്ക്. ആളതല്ലെങ്കിൽ ഈ നാഗതന്തി ഒന്നുകൂടി പ്രയോഗിക്കാം. പ്രയോഗിക്കേ? ഹരി, ഹരി, ഞാനാ ജയദേവൻ. നീയായിരുന്നു?
നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇവൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരൊത്തും പിടിയും കിട്ടിയില്ല. വരാന്തേലും വന്ന് പതുങ്ങിന്നോ കാര്യം ചോദിച്ചപ്പോ കടാരെ നീട്ടിന്നൊക്കെ പറഞ്ഞപ്പോ സോറി ഇന്റിമേറ്റ് ഫ്രണ്ട്, ഞാൻ ആളറിയാതെ സാരമില്ല സാരമില്ല. ഇത്രയും കൊണ്ട് അവസാനിച്ചു തന്നെ കാരണവന്മാരുടെ ഗുരുത്തം കൊണ്ടാ. അതെ. നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒക്കെ ഞാൻ പറയാം. ഇത്തിരി വെള്ളം തരൂ. നീ വല്ലാതെ വിറക്കുന്നുണ്ടല്ലോ. ഇന്നലെ രാത്രി മുതലുള്ള ഓട്ടോ ജലപാനം ചെയ്തിട്ടില്ല. നീ ഒരു പണിയേ, ഇവിടെ എന്റെ ചോറ് ഇരിപ്പുണ്ട്, അത് കഴിച്ച് റെസ്റ്റ് എടുക്ക്. നമുക്ക് വൈകുന്നേരം കാണാം. വൈദ്യുതി എപ്പോഴാ ബ്രാഞ്ചിൽ വരുന്നതെന്ന് അറിയില്ല. വരുമ്പോ കണ്ടില്ലേ പ്രശ്നമാ. ഞാൻ ചോറെടുത്ത് നോക്കട്ടെ. അല്ല, നീ അനന്തന്റെ വീട്ടിൽ അന്വേഷിച്ചോ? ഡൽഹിക്ക് പോയിരിക്കുന്നു എന്റെ അച്ഛൻ പറഞ്ഞത്. അവിടത്തെ അവന്റെ അഡ്രസ് അയക്ക് അറിയില്ല അത്രേ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? ആ ഭാർഗവന്റെയും രാഘവന്റെയും കണ്ണിപ്പെടാതെ കുറച്ചു ദിവസം എവിടെയെങ്കിലും കഴിച്ചു കൂട്ടണം. അതിനുള്ളിൽ അനന്തൻ എവിടെയെന്ന് കണ്ടുപിടിക്കണം. അല്ലാതെ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. അതിന് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. അനന്തൻ എവിടെയാണെന്ന് അറിയാവുന്ന ഒരാൾ ഈ നാട്ടിൽ എവിടെയുണ്ട്. ആര്? അവന്റെ കാമുകി. കാമുകിയോ? എവിടെ? എവിടെയെന്ന് ചോദിച്ചാ ഈ നാട്ടിൻപുറത്ത് എവിടെയാണ്. അഡ്രസ് ഉണ്ടോ? ഇല്ല. പിന്നെങ്ങനെ? പക്ഷെ അവളുടെ ഒരു ഫോട്ടോ എന്റെ ഉണ്ട്. ഫോട്ടോ കയ്യിലായിട്ട് എന്താ കാര്യം? വീട് തോറും ഫോട്ടോയും കൊണ്ട് കയറി ഇറങ്ങാൻ പറ്റുമോ? അതും ഇപ്പോഴത്തെ അവസ്ഥയിൽ. ആ പ്രേമദാസൻ എങ്ങാനും സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ അവനെ കൊണ്ട് തപ്പിച്ചു നോക്കായിരുന്നു. അയാൾ എവിടെ പോയി? വൈദ്യശാലയിൽ നിന്ന് കാശ് വെട്ടിച്ചതിന് വൈദ്യുതി ഡിസ്മിസ് ചെയ്തിരിക്കുക. ഇവിടുന്ന് പോയിട്ട് കുറച്ച് ദിവസമായി. ആ, ഏതായാലും അവളുടെ ഫോട്ടോ നിന്റെ കയ്യിലുണ്ടല്ലോ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വാ. ഇത് അനന്തന്റെ കാമുകിയോ? അതെ, ആതിര. അതാണ് അവളുടെ പേര്. എടാ, ഇത് നീലകണ്ഠം വൈദ്യരുടെ പേരക്കിടാവാ. അയ്യോ, ഗൾഫിലുള്ള മുറച്ചിറക്കം ബാലഗോപാലുമായി കല്യാണം വരെ നിശ്ചയിച്ചിരിക്കുക. ഈ വെക്കേഷനെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന വൈദ്യര്. നിനക്ക് ആള് മാറിപ്പോയതാ. എനിക്ക് ഒരാൾ മാറിയിട്ടില്ല. ഈ കുട്ടി അനന്തന്റെ കാമുകി തന്നെയാ. ഇവര് തമ്മിൽ കത്തുകൾ അയക്കാറുണ്ട്, ഫോണിൽ സംസാരിക്കാറുമുണ്ട്. അനന്തൻ എവിടെയായിരുന്നാലും ഇവളുമായിട്ട് ബന്ധപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ ഉത്രാളിക്കാവിൽ അമ്മേ, ഞാൻ എന്താ ഈ കേൾക്കണത്? ആ വൈദ്യരങ്ങാനും ഇത് അറിഞ്ഞ ആ പെങ്കൊച്ചിനെ കൊത്തു നുറുക്കി കഷായത്തിലിടുമല്ലോ ഭഗവാന്. കള്ളത്തരം പറയുന്നോടാ നിഷേധി. ഇവിടെ മാമ്പള്ളി എവിടെയെന്ന്? അത് ശരി. മാമ്പള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്താ എല്ലാവരും നോക്കി നിൽക്കണേ? ജോലി ചെയ്യാ. മാമ്പള്ളി, ഭരണി കയറി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒളിച്ചതല്ല, ഭരണിക്ക് സുഷിരങ്ങളുണ്ടോന്ന് നോക്കുമായിരുന്നു. ബേഷ് ബേഷ്. ദന്ത്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാന്ന് അറിയുവോ? നാഗതന്തി വരെ, കുമ്പിൾ വരെ, കൂവള വരെ, മുഞ്ഞ വരെ, മൂവില വരെ, ഒരില വരെ, പലകപ്പയ്യാനി വരെ, കറുത്ത ചുണ്ട വരെ, വെളുത്ത ചുണ്ട വരെ ഇത്യാദി ചേർത്ത് ഒരു ഫലം വീതം. പിന്നെ കറുത്ത ചുണ്ടയും വെളുത്ത ചുണ്ടയും മാത്രമല്ല, ഞെരിഞ്ഞിലും ത്രിബലത്തോടും കൊടുവേലക്കിഴങ്ങും ഒരു ഫലം വീതം ചേർക്കണം വിധിപ്രകാരം. ഓ പറയാഞ്ഞിട്ടല്ല. ഇങ്ങോട്ട് ഇറങ്ങുക. ആ, സ്വിച്ചിട്ട ഇതൊക്കെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ വരുത്താൻ ധനോല്യാഞ്ഞിട്ടല്ല, നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റണേ. ശ്രീ പരമാനന്ദ സിദ്ധഗുരു പറഞ്ഞു തന്ന അതീവ രഹസ്യമായ ഔഷധ കൂട്ടുകൾ പാരമ്പര്യ വിധികളും ആചാരങ്ങളും തെറ്റിക്കാതെ കൃത്രിമത്വമില്ലാതെ ഉണ്ടാക്കണമെന്ന് ഈ നീലകണ്ഠൻ വൈദ്യർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ മറ്റൊന്ന്? എല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു കൈപ്പിഴ. പാടില്ല. 1045 കൊല്ലത്തെ പഴക്കമുള്ള ഈ സ്ഥാപനം ഐശ്വര്യം കെടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ശ്രീ പരമാനന്ദ സിദ്ധവൈദ്യാശ്രമത്തിലെ ഔഷധങ്ങൾക്ക് പിഴയുണ്ടാവില്ലെന്ന് മാലോകർക്കുള്ള വിശ്വാസം കൊണ്ടാ. അതെ, അത് കളഞ്ഞു കുളിക്കാൻ ഒരുത്തരെയും ഞാൻ അനുവദിക്കില്ല. വിശ്വാസവഞ്ചന കാണിച്ചാലുണ്ടല്ലോ, ഈ മതിൽക്കെട്ടിനകത്ത് വെച്ചു വാഴിക്കില്ല ഞാൻ. ഈ പരമാനന്ദ സിദ്ധഗുരുവാണ് സത്യം. പറഞ്ഞത് കേട്ടല്ലോ. ഒരണപ്പല്ലേ. ആ, നന്നായി. ഗോമൂത്രത്തിൽ അരച്ച് നായ്ത്തിട്ട മേമ്പടി ചേർത്ത് ദിവസത്തിൽ ഒരു 6 നേരമായിട്ട് സേവിച്ചോളാം. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, വെറുതെ കളയണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. എന്താ കുട്ടി ഇങ്ങനെ പൊട്ടം കടിച്ചു മാതി പറഞ്ഞേ? സുഭദ്രാമച്ച ഉണ്ണിമാമയെ പോലെ വീണ്ടും സംസാരിക്കുന്നു. ഹലോ, എയർപോർട്ടല്ലേ? ആ, ഉണ്ണികൃഷ്ണനാ. കേൾക്കുന്നില്ല? അത് തന്നെ ഞാൻ പറയണത് മനസ്സിലാക്കണോ ആദ്യം?
സുഭദ്രേ ഈ അച്ഛനെ കണ്ണു കാണില്ലേ? ഞാൻ ഉണ്ണികൃഷ്ണനാ. ഒക്കെ മനസ്സിലായി. ഫോൺ ഇങ്ങോട്ട് വെക്ക. ഹലോ, ഹൈ, ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല. അയ്യോ, വരൂ. ഈ അച്ഛനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് തോറ്റു. നടക്ക. എന്താ ചെയ്ത? കയ്യെന്ന് വിടൂ. ഞാൻ എയർപോർട്ടിലേക്ക് വിളിച്ചതാ. ഛെ, പൊട്ടിത്തെറിക്കാത്ത പ്ലെയിൻ വല്ലതും ഉണ്ടോന്ന് അറിയാനാ. അത് മുഴുവൻ നശിപ്പിച്ചു. ഛെ, അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ഓപ്പോള് ധൈര്യമായിട്ടിരിക്കുക. ഓപ്പോളോ? നല്ല കഥ. വാസുമാമയ്ക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ല. കഷ്ടാണേ. മമ്പിളി ആ. അശ്വഗന്ധാർ ഇഷ്ടം കുട്ടി മരുന്ന് മുടക്കി അല്ലേ? കുഴപ്പമൊന്നുമില്ല, വേണ്ടാന്ന് സുഭദ്രാമച്ചി എന്നെ പറഞ്ഞത്. അല്ല, അമ്മ അവിടെ പോയിരിക്കാ. സുഭദ്രാമച്ചി അടുക്കളയിലുണ്ട്. ഉണ്ണിയമ്മ എന്നോട് വന്നോളൂ. കയ്യെന്ന് വിടറി. വരൂ ഉണ്ണിയമ്മ. വാസുപതി, നിനക്ക് ഇത്തിരി കൂടുതലുണ്ട്. ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കണു. ആ, ദേ നോക്കിയേ, ഈ മരുന്ന് അങ്ങോട്ട് കുടിക്കുക. എന്തിനാ ഇത്? എനിക്ക് അസുഖമൊന്നുമില്ല. ഹ്, ഞാൻ എന്റെ ആദരമോളുടെ പിറന്നാൾ കൂടാനായിട്ട് വന്നതാ. അവളെവിടെ? ആതിരമോള് കോളേജിൽ പോയിരിക്ക. ദേ ഓപ്പോളി മരുന്ന് കുടിക്കുക. മരുന്നോ? ആർക്ക്? ഞാൻ ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞില്ലേ? വൈകുന്നേരത്തെ വിമാനത്തിൽ വന്നതാ. എന്നാ ഉണ്ണികൃഷ്ണത് കുടിക്ക. എന്നിട്ട് കുറച്ചങ്ങോട്ട് വിശ്രമിക്ക. നല്ല ക്ഷീണം ഉണ്ടാവും. യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ഈ മരുന്ന് കുടിക്ക. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്താ ഉണ്ണി കാണിക്കണേ? ആ, അച്ഛനല്ലേ പറയുന്നേ. ഇതങ്ങോട്ട് കുടിക്കുക. അച്ഛാ. വളർന്നേ. ആ. അകത്തുകൊണ്ടേ കിടത്തിക്കോളൂ. വസുമതി കൂടെ തന്നെ ഉണ്ടാവണം. കൊണ്ടുപോയിക്കോളൂ.